പൊന്നാനിയിലെ മത്സ്യബന്ധന ബോട്ട് കപ്പലിടിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലിയും കുടുംബത്തിന് 25 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് SDPI ജില്ലാ കമ്മിറ്റി അംഗം ഹമീദ് പരപ്പനങ്ങാടി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 11-ന് മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് 2 പേർ മരിക്കാൻ ഉണ്ടായ സാഹചര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന അലംഭാവത്തിനെതിരെ SDPI പൊന്നാനി ഫിഷറീസ് DD ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചരക്ക് കപ്പൽ മത്സ്യബന്ധന ബോട്ടിലിടിച്ച് മരണപ്പെട്ട ഗഫൂർ, സലാം എന്നീ മത്സ്യത്തൊഴിലാളികളുടെ ആശ്രിതർ നിരാലംബരായി മാറിയിരിക്കുകയാണ്. ബോട്ടിലെ പരിക്കുപറ്റി ചികിത്സയിലുള്ള മറ്റ് 4 മത്സ്യത്തൊഴിലാളികൾക്ക് 10 ലക്ഷം രൂപ വീതവും പൂർണ്ണമായി നഷ്ടപ്പെട്ട ബോട്ടിനും മത്സ്യബന്ധന ഉപകരണങ്ങൾക്കും 50 ലക്ഷം രൂപയും നഷ്ടപരിഹാരമായി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത്തരത്തില് ഈ ബോട്ട് ദുരന്തങ്ങള് നിത്യസംഭവമായിട്ട് മാറുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കോസ്റ്റൽ ഗാർഡിന്റെയും അതുപോലെ തന്നെ മത്സ്യ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെ അശ്രദ്ധ മൂലമാണ് നിരന്തരം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. മാത്രമല്ല, അന്ന് പിറ്റേന്ന് രാവിലെ ഈ ബന്ധനത്തിൽ പോയ 2 ആളുകളുടെ മൃതദേഹം തിരഞ്ഞെടുത്ത് നമ്മൾ കണ്ടു. നമുക്ക് കോസ്റ്റൽ പോലീസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളുണ്ട്. പക്ഷേ സാധാരണയായി അപകടത്തിൽപ്പെടുമ്പോ രക്ഷക്കെത്താൻ ഈ മത്സ്യത്തൊഴിലാളികളുടെ മയ്യത്തുകള് തിരയാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെടുന്നത് മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി നടത്തിയ മാർച്ചിൽ കുഞ്ഞോൻ ബാബ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് റാഫി പാലപ്പെട്ടി, SGTU ജില്ലാ സെക്രട്ടറി ബിലാൽ പൊന്നാനി, റിഷാബ്, അജ്മൽ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് DD ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. എൻലൈറ്റ് ന്യൂസ്, പൊന്നാനി.